സയൻറ്റിസ്റ്റ് എന്ന രീതിയിൽ എങ്ങനെയാണ് താങ്കളുടെ ഒരു അനുഭവം? ഇപ്പോൾ അത് മിസ് ചെയ്യുന്നുണ്ടോ? സർവീസ് കയറിയതിന് ശേഷം മിസ് ചെയ്യുന്നൊരു ജോലിയാണ് അത്. ഈ സയൻസ് എന്ന് പറയുന്നത് എനിക്ക് അന്നും ഇന്നും വലിയ ഇഷ്ടമുള്ളൊരു മേഖലയാണ്. കാരണം ഈ ശാസ്ത്രം എന്ന് പറയുന്നത് സത്യാന്വേഷണമാണ്. ശരിക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം, ഭൗതികമായ പ്രപഞ്ചത്തിൻ്റെ സത്യം അന്വേഷിക്കലാണ് ശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കേരളത്തിൽ ഞാൻ വളരെ കാലം പല തരത്തിലുള്ള ജോലികൾ ചെയ്തിട്ടുണ്ട്. പാലക്കാട്, അതുപോലെ തന്നെ ഇവിടെയൊക്കെ സബ് കളക്ടറായിരുന്നു. എഴുത്ത് ഒരു വായനക്കാരനെ കണ്ടെത്തുമെന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എഴുതിയാൽ ആ എഴുത്തുമായിട്ടുള്ള സമരസപ്പെടുന്ന മനസ്സുള്ള ആളുകൾക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ശ്രീ VP ജോയ് എന്ന വ്യക്തിയെപ്പറ്റി ഞങ്ങളൊരു അന്വേഷണം നടത്തിയപ്പോൾ അതൊരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്കല്ല ഞങ്ങൾ കാണുന്നത്. അഡ്മിനിസ്ട്രേറ്റർ എന്ന പദവിയിൽ താങ്കൾ എന്താണ് എന്നുള്ളതൊക്കെ നമ്മുടെ കേരള ജനസാമാന്യത്തിന് ബോധ്യമുണ്ട്. പക്ഷേ താങ്കൾക്കൊരു മറുവശമുണ്ട്. അതായത് അധികം ആളുകൾ അറിയാത്ത, കുറച്ച് പേർക്കൊക്കെ അറിയാമെങ്കിലും കൂടുതൽ പേര് അറിയാത്ത ഒരു VP ജോയ് IAS ഉണ്ട്. അപ്പോൾ അതിലേക്ക് കൂടുതൽ വരിക എന്നതാണ് ഈ ഇൻ്റർവ്യൂവിൻ്റെ, ഈ അഭിമുഖത്തിൻ്റെ ഒരു ഇതായിട്ട് ഞങ്ങൾ കാണുന്നത്. അത് കാലം അടയാളപ്പെടുത്തി പോകേണ്ട ഒരു കാര്യമാണ്. അത് പ്രധാനമായും താങ്കളിലുള്ള ഒരു ആ കവിത്വം അല്ലെങ്കിൽ താങ്കളുടെ കവിതകൾ, അതിലേക്ക് ഒന്ന് പ്രവേശിക്കാമെന്നാണ് ഈ ഇൻ്റർവ്യൂ കൊണ്ട് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് താങ്കളുടെ വിദ്യാഭ്യാസം, അങ്ങനെ ഈ ഇതുവരെ വന്ന ഒരു യാത്രയുടെ ചെറിയ ചെറിയ വിവരങ്ങൾ ഞാൻ അങ്ങനെ ഓൺ ബൈ ഒന്നായിട്ട് ചോദിക്കുകയാണ്. നാട് എവിടെയാണ്? നാട് എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിക്കടുത്ത് കിങ്ങിണിമറ്റം. അത് ആ പേരിൽ തന്നെ ഭയങ്കര കൗതുകമുണ്ടല്ലോ. കിങ്ങിണിമറ്റം ഒരു കാവ്യാത്മകമായ പേരാണ്. അത് കഴിഞ്ഞാൽ സ്കൂൾ വിദ്യാഭ്യാസം അവിടെയായിരുന്നു? അതെ, കിങ്ങിണിമറ്റത്തായിരുന്നു. കിങ്ങിണിമറ്റത്ത് ഉള്ള UP സ്കൂളിൽ ആണ് ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചത്. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ, വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഗവൺമെൻറ് ഹൈസ്കൂളുണ്ട്. ഗവൺമെൻറ് ഹൈസ്കൂൾ പൂത്തൃക്ക എന്ന് പറയുന്നത് പെരും തൃക്കോവിൽ എന്ന് പറയുന്ന പേര് ലോപിച്ചു വന്നതാണെന്നാണ് സങ്കല്പം. ചരിത്ര പ്രാധാന്യം അങ്ങനെയാണ്. അതെ. അപ്പം അവിടെയുള്ള ഹൈസ്കൂളിലാണ് 10ാം ക്ലാസ് വരെ. പിന്നെ സ്വാഭാവികമായിട്ട് അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നില്ല? അതെ. അത് എവിടെയായിരുന്നു പഠിച്ചത്? പ്രീ ഡിഗ്രി കോലഞ്ചേരി എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 3-3.5 കിലോമീറ്റർ അകലെയുള്ള സ്ഥലം. നടന്നു പ്രീ ഡിഗ്രി കാലത്ത് നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ പോയി പ്രീ ഡിഗ്രി കോലഞ്ചേരി കോളേജിലാണ് പഠിച്ചത്, സെൻറ്റ് പീറ്റേഴ്സ് കോളേജ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി, പിന്നെ ബിടെക്ക് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഷയത്തിലേക്ക് CET അവിടുന്ന് 1ാം റാങ്കോട് കൂടി പാസ്സായി. അതെ. സയൻറ്റിസ്റ്റ് എന്ന രീതിയിൽ എങ്ങനെയാണ് താങ്കളുടെ ഒരു അനുഭവം? സയൻറ്റിസ്റ്റ് ഇപ്പോൾ അത് മിസ് ചെയ്യുന്നുണ്ടോ? സർവീസ് കയറിയതിന് ശേഷം മിസ് ചെയ്യുന്നൊരു ജോലിയാണ് അത്. ഈ ഓരോരുത്തരും വളരെ മികവുള്ള പല മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിൽ തുടർന്നാൽ മതിയായിരുന്നു, നല്ല സയൻറ്റിസ്റ്റായിട്ട് എനിക്ക് പേരെടുക്കാമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? സയൻസ് എന്ന് പറയുന്നത് എനിക്ക് അന്നും ഇന്നും വലിയ ഇഷ്ടമുള്ളൊരു മേഖലയാണ്. കാരണം ഈ ശാസ്ത്രം എന്ന് പറയുന്നത് സത്യാന്വേഷണമാണ്. ശരിക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം, ഭൗതികമായ പ്രപഞ്ചത്തിൻ്റെ സത്യം അന്വേഷിക്കലാണ് ശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ നമുക്ക് ചുറ്റുപാടും കാണുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്ന് തിരയുന്നതാണല്ലോ എല്ലാ ശാസ്ത്രവും. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ഫിസിക്സാണ്. ഫിസിക്സ്, ഊർജ്ജതന്ത്രം, അതാണ് ഒരു ഭൗതിക പ്രപഞ്ചത്തിൻ്റെ സത്യാന്വേഷണത്തിൻ്റെ ഒരു അടിസ്ഥാന ശാസ്ത്രം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്, ഞാൻ പഠിച്ച വിഷയവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രരംഗത്ത് എനിക്ക് ഇപ്പോഴും ഇച്ചിരി താല്പര്യമുണ്ട്. ഞാൻ IAS പരീക്ഷയ്ക്ക് എടുത്ത ഒരു വിഷയം ഈ ഭൗതിക ശാസ്ത്രമാണ്, ഫിസിക്സ്. അപ്പോൾ അങ്ങനെ ഈ ശാസ്ത്രത്തിൽ എനിക്ക് പഠിക്കുന്ന കാലത്തും ഇപ്പോഴും വളരെയധികം താല്പര്യമുണ്ട്. ഇപ്പോൾ കൂടുതൽ താല്പര്യമുള്ളതെന്ന് പറയുന്നത് കോസ്മോളജി പോലുള്ള ശാസ്ത്രത്തിലാണെന്ന് വ്യത്യാസമേ ഉള്ളൂ. അതായത് ഈ പ്രാപഞ്ചിക ശാസ്ത്രമുണ്ടല്ലോ, കോസ്മോളജി, അത് ഫിസിക്സിൻ്റെ ഒരു വിഭാഗമാണ്.
അതിലെനിക്കിപ്പോഴും വലിയ താല്പര്യമുണ്ട്. കാരണം ഇതൊക്കെ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഒളിച്ചിരിക്കുന്ന വലിയ മഹാരഹസ്യങ്ങൾ, പ്രപഞ്ചം തന്നെ വലിയ വിസ്മയമല്ലേ. അത് ശാസ്ത്രത്തിൻ്റെ കണ്ണിൽ കിടന്ന് നോക്കിയാലും ജീവിതത്തിൻ്റെ കണ്ണിൽ കിടന്ന് നോക്കിയാലും ഏറ്റവും വലിയ വിസ്മയമാണ് പ്രപഞ്ചം. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശാസ്ത്രം പോലെ തന്നെ ശാസ്ത്രത്തിലൂടെ നമ്മൾ പ്രപഞ്ച വിസ്മയങ്ങളെ നോക്കുന്നു. ജീവിതത്തിൻ്റെ വിസ്മയങ്ങളെ നോക്കുവാനുള്ള ഒരു കണ്ണാണ് ശരിക്കും പറഞ്ഞാൽ സാഹിത്യം. അതിന് ബിടെക്കിന് ശേഷം പിന്നെ പോസ്റ്റ് ഡോക്ടറൽ ബിരുദം കിട്ടിയല്ലോ. അതെ, ബിടെക്കിന് ശേഷം ഞാൻ ബിടെക് കഴിഞ്ഞിട്ടാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ എഞ്ചിനീയർ ആയത്. അന്ന് PSLV എന്ന് പറയുന്ന റോക്കറ്റ് ഉണ്ടാക്കുന്ന കാലമാണ്. അപ്പോൾ അതിലാണ് പ്രവർത്തിച്ചത്. അതിനുശേഷം പിന്നീട് ഞാൻ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ബർമിംഗ്ഹാം സർവകലാശാലയിൽ നിന്ന് MBAയും അതുപോലെ പഞ്ചാബ് സർവകലാശാലയുടെ ഒരു MPhilഉം പിന്നെ ഡൽഹിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് PhDയും എടുത്തായിരുന്നു. വിഷയമൊക്കെ ഇത് തന്നെ? വിഷയം പലതാണ്. അതായത് MBAയും പിന്നെ ഈ MPhilഉം ഒക്കെ കൂടുതലും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെൻറ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ PhDക്ക് പോയപ്പോൾ എനർജി ഒപ്റ്റിമൈസേഷൻ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഊർജ്ജ ലഭ്യതയും അതിൻ്റെ ഉപഭോഗവും എങ്ങനെയാണ് നമ്മൾ ഓപ്റ്റിമം ആക്കുന്നത്, ഏറ്റവും നന്നാക്കി എടുക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു. അതിന് ശേഷമാണോ സിവിൽ സർവീസിലേക്ക്? അല്ലല്ല, ഇപ്പോൾ ബിടെക് കഴിഞ്ഞ് VSSCയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്തെ സിവിൽ സർവീസിൽ വന്നു. 2 വർഷത്തിന് ശേഷം വന്നു. 87 തന്നെ 1987 87 വന്നു. പിന്നെ സിവിൽ സർവീസിലുണ്ടായിരുന്ന കാലയളവിൽ ആണ് ബാക്കി ഡിഗ്രിക്ക്. മറ്റ് സബ്ജക്റ്റ് ഏതായിരുന്നു? മലയാളമായിരുന്നോ? മലയാള സാഹിത്യമായിരുന്നോ? അല്ലല്ല, ഞാൻ IAS എഴുതിയപ്പോൾ ഊർജ്ജതന്ത്രവും ഫിസിക്സും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമാണ് എടുത്തത്. ഓ, അത് ശരി. ഭയങ്കര റിസ്ക്കുള്ള സബ്ജക്റ്റുകളാണ് കണ്ടത്. ഞാൻ വിചാരിച്ചു മലയാളം സാഹിത്യം ആയിരിക്കും എടുത്തത്. അല്ല, മലയാള സാഹിത്യം എടുക്കുന്നതിനെക്കുറിച്ച് അന്ന് ആലോചിച്ചിരുന്നു. പക്ഷേ പിന്നെ എന്തുകൊണ്ടോ അന്ന് ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അന്ന് ആ വിഷയങ്ങൾ കുറച്ചുകൂടെ പരീക്ഷയ്ക്ക് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് പോയതാണ് സയൻസിലേക്ക്. മലയാള സാഹിത്യം എടുത്ത് എഴുതിയ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് IAS ഓഫീസേഴ്സ് നമുക്കുണ്ട്. അവരൊക്കെ സാഹിത്യകാരന്മാരും ആയിരുന്നു. ഇപ്പോൾ K. ജയകുമാർ സാറ്, ശ്രീ D. ബാബു പോൾ, മലയാറ്റൂർ രാമകൃഷ്ണൻ, പിന്നെ അതിനുശേഷം താങ്കൾ. എന്താ ഈ മലയാള സാഹിത്യം ഇപ്പോൾ വിഷയമായിട്ടെടുക്കുക സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന അതിനോട് താങ്കൾക്കുള്ള അഭിപ്രായം എന്താ? കുട്ടികൾക്കുള്ള ഒരു ഉപദേശം. അത് വളരെ നല്ല ഒരു കാര്യമാണ്. മലയാളം സാഹിത്യം പഠിക്കുക. എനിക്ക് ചെറുപ്പം മുതൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പഠന വിഷയമാണ് മലയാളം. ഹൈസ്കൂളിൽ വെച്ചും അതുപോലെ തന്നെ ഞാൻ പ്രീ ഡിഗ്രിക്ക് മലയാളം ഉപഭാഷയായിട്ട് എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ മലയാള സാഹിത്യത്തിനോടുള്ള താല്പര്യമാണ്, പ്രത്യേകിച്ച് കവിതകളോട്. അന്നു മുതലേ മലയാളം എനിക്ക് വളരെ പ്രിയപ്പെട്ട വിഷയമാണ്. പക്ഷേ എങ്കിലും എഞ്ചിനീയറിങ്ങിനൊക്കെ പോയതുകൊണ്ട് പിന്നെ അതൊരു പാഠ്യവിഷയമായിട്ട് അധികം പഠിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ ബേസിക് ഗ്രാമറും കാര്യങ്ങളൊന്നും പഠിച്ചു കാണില്ല. അല്ല, സ്കൂളിലും കോളേജിലൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ അറിയാം. കവിതകൾ എഴുതി തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണ്? അത് ശരിക്കും 7ാം ക്ലാസ്സിലാണ് കവിത എഴുതാൻ ആരംഭിച്ചത്. അത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കവിതകൾ അന്ന് വായിച്ചും ഒക്കെ ഉണ്ടായ ഇൻട്രസ്റ്റ് കൊണ്ടാണ് കവിത എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് എനിക്ക് ഓർമ്മയുള്ളത്, അന്നൊരു വിനോദയാത്രയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ഒരു യാത്രാവിവരണമൊക്കെ എഴുതിയുണ്ടാക്കിയപ്പോൾ അതിൽ കുറച്ച് കവിതകളൊക്കെ എഴുതി വന്നപ്പോൾ കവിത 7ാം ക്ലാസ്സിൽ. പിന്നെ അത് കഴിഞ്ഞ് ഈ പല കവിതാ പുസ്തകങ്ങളൊക്കെ വായിച്ച് കവിതകൾ എഴുതുക. അതായത് ഈ പ്രത്യേകിച്ചും അന്ന് എനിക്ക് ഓർമ്മയുള്ള ഈ ശ്ലോകങ്ങളോടാണ് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഈ അക്ഷരശ്ലോക മത്സരം ചേരും. ഇപ്പോൾ ശ്ലോകങ്ങൾ പലതും വായിച്ചും പഠിച്ചുമൊക്കെ വന്നപ്പം ശ്ലോകങ്ങളൊക്കെ എഴുതാനൊരു താല്പര്യം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാനന്ന് ഈ മലയാള ശാകുന്തളത്തിൻ്റെ തർജ്ജിമ എടുത്ത് വായിച്ചത്. അപ്പോൾ അങ്ങനെ പലരും എഴുതിയ തർജ്ജിമയൊക്കെ വായിച്ചപ്പോൾ അതേ അർത്ഥമുള്ള വേറെ ഒരു ശ്ലോകം എഴുതാനായിട്ട് എനിക്കൊരു താല്പര്യം വന്നു. ഇപ്പം ഡിഗ്രി ഏതൊക്കെയാണെന്ന് താങ്കൾ പറഞ്ഞു. ഏതൊക്കെ സർവീസിൽ, കേരളത്തിൽ ഏതൊക്കെ സർവീസിലുണ്ടായിരുന്നു? അതിന് ശേഷം കേന്ദ്രം പറയാം. അതെ, കേരളത്തിൽ ഞാൻ വളരെ കാലം പല തരത്തിലുള്ള ജോലികൾ ചെയ്തിട്ടുണ്ട്. റവന്യൂ വകുപ്പിലുള്ള ജോലികൾ, കളക്ടർ, സബ് കളക്ടർ, പാലക്കാട്, അതുപോലെ തന്നെ ഇവിടെയൊക്കെ സബ് കളക്ടറായിരുന്നു. പിന്നെ എറണാകുളത്ത് ജില്ലാ കളക്ടറായിട്ട് ഒരു 3 കൊല്ലത്തോളം ജോലി ചെയ്തു. അതുകൂടാതെ വകുപ്പുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഒരു പ്രധാനപ്പെട്ട വകുപ്പാണ് ഞാൻ ജോലി ചെയ്തത്. അതായത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, പിന്നെ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ, ഇങ്ങനെ 2 നിലകളിൽ കാര്യമായിട്ട് കുറേ വർഷങ്ങൾ. പിന്നെ പല വകുപ്പുകളിൽ സഹകരണ സംഘം രജിസ്ട്രാർ, പിന്നെ പട്ടികജാതി വികസന ഡയറക്ടർ, പിന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ഇലക്ട്രിസിറ്റി ബോർഡ് ചെയർമാൻ, അങ്ങനെയുള്ള തസ്തികകളിലൊക്കെ. പിന്നെ സെക്രട്ടേറിയറ്റിൽ പല വകുപ്പുകളുടെ സെക്രട്ടറി ആയിട്ട്. ഏറ്റവും അവസാനം ധനകാര്യ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ്
ഞാൻ കേന്ദ്രത്തിലോട്ട് പോയത്. അതുകൂടാതെ ട്രാൻസ്പോർട്ട് വകുപ്പ്, ടാക്സസ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ അങ്ങനെ പല വകുപ്പുകളിൽ സെക്രട്ടറി ആയിട്ട്. ഏറ്റവും നല്ല ചലഞ്ചിങ് ആയിട്ട് ഏതാ തോന്നിയത്? പല വകുപ്പുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് ചോദിക്കുക. ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള, എല്ലാം ചലഞ്ചിങ് ആണ്, എല്ലാം ചലഞ്ചിങ് ആണ്. മോസ്റ്റ് ചലഞ്ചിങ് ഏതായിരുന്നു? അതെ, എനിക്ക് ആ ഒരു വിഷയം എന്നുള്ള കണക്കിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയം വിദ്യാഭ്യാസം തന്നെയായിരുന്നു. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്കെല്ലാം ഒരു പ്രത്യേക താല്പര്യമുള്ളൊരു വിഷയമാണല്ലോ. അപ്പോൾ ആ രംഗത്തുള്ള സർവീസ് അത് നല്ലൊരു വിഷയമാണ്. പിന്നെ അതുകൂടാതെ ഫൈനാൻസിൻ്റെ മേഖലയിൽ ഞാൻ കുറേ കാലം ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട മേഖല എനർജി, ഊർജ്ജത്തിൻ്റെ മേഖല. ഊർജ്ജത്തിൻ്റെ മേഖലയിൽ കേരളത്തിൽ ജോലി ചെയ്ത് ഇലക്ട്രിസിറ്റി ബോർഡിലാണെങ്കിലും കേന്ദ്രത്തിൽ ആ മേഖലയിൽ കുറേ വർഷങ്ങൾ ഞാൻ ജോലി ചെയ്തു. കേന്ദ്ര സർക്കാരിൽ ഊർജ്ജ മേഖലയിൽ, അതായത് ഈ ഇലക്ട്രിസിറ്റിയുടെ കേന്ദ്രത്തിലെ പവർ മിനിസ്ട്രിയിൽ ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. പെട്രോളിയം മിനിസ്ട്രിയിൽ ഒരു 4.5 വർഷത്തോളം 2 പ്രധാനപ്പെട്ട ജോലികളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഊർജ്ജം ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ വിദ്യാഭ്യാസം, ഈ സാമ്പത്തിക ഫിനാൻസ്, പിന്നെ ഊർജ്ജം, ഈ മേഖലകളിൽ ഒത്തിരി വർക്ക് ചെയ്തു. കേന്ദ്ര സർവീസിലും 7 കൊല്ലം 6 കൊല്ലം അല്ല, കേന്ദ്ര സർവീസിൽ 13 കൊല്ലത്തിൽ കൂടുതൽ. 13 കൊല്ലത്തിൽ കൂടുതൽ സർവീസ് ചെയ്യുന്നു. അത് പല വകുപ്പുകളിലായിട്ട്, പ്രത്യേകിച്ച് ക്യാബിനറ്റ് സെക്രട്ടറി. ആകെ ഇപ്പോൾ 35 വർഷത്തെ സർവീസ്. ആകെ ഈ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ 2 വർഷവും IASൽ 36 വർഷവും. അപ്പോൾ 38 വർഷമായി ഇതുവരെയുള്ള സർവീസ്. അപ്പോൾ 22 വയസ്സിൽ തുടങ്ങിയ അതെ യാത്രയാണ്. അപ്പോൾ ജൈത്ര യാത്ര തന്നെ ആയിരുന്നു. ഈ ട്രാൻസ്പോർട്ടിലൊക്കെ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ ഈ KSRTC കുറച്ചുകൂടെ ജനകീയമാക്കാനും കുറച്ചുകൂടെ ലാഭകരമാക്കാനും ഒക്കെ ആയിട്ട് ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു പൊസിഷൻ എങ്ങനെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇവിടുത്തെ ഓർഗനൈസേഷൻസ്, KSRTC പോലുള്ള എല്ലാ ഓർഗനൈസേഷനും അത് കുറച്ചുകൂടെ നല്ല ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അത് ഉണ്ടാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്, സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ആളുകളുടെ ഒരു മോട്ടിവേഷൻ, ഇത് ഈ മേഖലയിൽ നമ്മൾ കുറച്ചുകൂടെ കാര്യമായിട്ട് പ്രവർത്തിച്ചു നമ്മുടെ സ്ഥാപനങ്ങളെ, ഓർഗനൈസേഷനെ നല്ല ബെറ്റർ മാനേജ്മെൻറ്റ് സംവിധാനം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഗവൺമെൻറ് ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരുപാട് കവിതകളാണ് താങ്കൾ എഴുതി വച്ചിരിക്കുന്നത്. അത് ഒരുപാട് എഴുതുക എന്ന് പറഞ്ഞാൽ അതൊരു ചില കവിതകളൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയത്തക്ക നല്ല കവിതകൾ ഒരുപാട് ഞങ്ങളുടെ ശ്രദ്ധയിൽ, ഞങ്ങളുടെ ഒരു റിസർച്ച് വർക്കിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കുറേ കവിതകൾ, നല്ല കവിതകൾ. ഇത് എഴുത്തുകാരൻ്റെ ഒരു നിയോഗമാണോ? അതായത് എഴുതുക എന്ന് മാത്രമാണോ നിയോഗം? അതോ അതിനെക്കുറിച്ച് ആളുകൾ വായിക്കണം, കൂടുതൽ പഠിക്കണം, അന്വേഷിക്കണം എന്നൊന്നും താങ്കൾ ആഗ്രഹിക്കുന്നില്ലേ? എഴുത്ത് ഒരു വായനക്കാരനെ കണ്ടെത്തുമെന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എഴുതിയാൽ ആ എഴുത്തുമായിട്ടുള്ള സമരസപ്പെടുന്ന മനസ്സുള്ള ആളുകൾക്ക് അത് വളരെയധികം അത് ഇഷ്ടപ്പെടും. അപ്പോൾ അവരത്തരം കാര്യങ്ങൾ കണ്ടെത്തുകയും അവരത് പഠിക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല മനുഷ്യരെല്ലാം വളരെ വൈവിധ്യമാർന്ന മനസ്സുകളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെ മനസ്സിനും അവരുടേതായ പല തലങ്ങളും താല്പര്യങ്ങളും ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ട്. അതനുസരിച്ച് ആളുകൾ അവർക്ക് ഇൻട്രസ്റ്റുള്ള മേഖലകൾ കണ്ടെത്തി വായിക്കുന്നു. അതിന് നമുക്ക് അവർ കുറ്റം പറയാനും പറ്റില്ല. അപ്പോൾ ഒരു കവിതയുടെ അല്ലെങ്കിൽ ഒരു എഴുത്തിൻ്റെ ഉദ്ദേശം എല്ലാവരെയും കൊണ്ട് അത് വായിപ്പിക്കണം എന്നുള്ളതല്ല. ആ കവിതയുമായിട്ട് സംവദിക്കാൻ കഴിയുന്ന മനസ്സുകളെ കണ്ടെത്തുക. അത് ചിലപ്പോൾ ചില കവിതകളുടെ കാര്യത്തിൽ കുറവായിരിക്കും, ചിലതിൻ്റെ കാര്യത്തിൽ കൂടുതലായിരിക്കും. അത്രയേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം. അതുപോലെ തന്നെ ഒരു വളരെയധികം ആളുകൾ ഒരു കാര്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം കൊണ്ട് മാത്രം അത് ഉത്കൃഷ്ടമാണെന്ന് എനിക്ക് പ്രത്യേകിച്ച് വിശ്വാസമില്ല. അതിൻ്റെ ഒരു കാരണം ഇപ്പം നമ്മൾ വിൽപ്പനയുടെ കാര്യം മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിൽ ഏതാണ്ടൊരു 30,000 കോടി രൂപയുടെ മദ്യം വിൽക്കുന്നുണ്ട്. അതേസമയം തേൻ എന്ന് പറയുന്നത് നമ്മൾ എത്ര കോടി രൂപയുടെ തേൻ വിൽക്കുന്നു. അപ്പം വിൽപ്പന മാത്രം ഒരു സംഗതിയുടെ ഉത്കൃഷ്ടതയുടെ ഒരു മാനദണ്ഡമായിട്ട് എടുത്താൽ മദ്യത്തേക്കാൾ ഉത്കൃഷ്ടമായിട്ട് മാറ്റൊന്നുമില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവേണ്ട കാര്യമില്ല. കവിതയെ സംബന്ധിച്ചിടത്തോളം അത് എത്ര ആളുകൾ നോക്കുന്നു
എന്നതിനേക്കാൾ ഉപരി ആ കവിതയുമായിട്ട് സംവദിക്കാൻ കഴിവുള്ള മനസ്സുള്ള ആളുകളത് കണ്ടെത്തുക, വായിക്കുക, അതിൽ അവർക്കൊരു സന്തോഷം ഉണ്ടാവുക മനസ്സിന് അത് വായിക്കുമ്പോൾ. അതോടെ അത് ആ കവിതയുടെ ലക്ഷ്യം പൂർണ്ണമായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ഭാഗത്ത് നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റർ എന്ന ഭാഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ കവിത എഴുതി കവിതയെ ഉപേക്ഷിക്കുന്ന ഒരു രീതിയായിട്ട് എനിക്ക് തോന്നി. അത് ശരിയാണോ? കവിത എഴുതി കഴിഞ്ഞതിന് ശേഷം താങ്കളുടെ നേരത്തെ നിലപാടിലേക്ക് താങ്കൾ വലിച്ചെറിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് നീക്കി മാറ്റി വയ്ക്കുന്നു, പിന്നെ ആ ഭാഗം ശ്രദ്ധിക്കുന്നില്ല, പിന്നെ വീണ്ടും അഡ്മിനിസ്ട്രേഷനിലേക്ക് ശ്രദ്ധ തിരിയുന്നു. ഒരു കവി ചെയ്യുന്നത് അതല്ല. കവി അത് എഴുതിയതിന് ശേഷം ഇതിനെ ശരിയായ എല്ലാ ഭാഗത്തേക്കും കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കവിയുടെ ദൗത്യം എഴുതുക മാത്രമല്ല എന്നാണ് കണ്ടുവരുന്നത്. താങ്കൾ അഡ്മിനിസ്ട്രേഷനിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇത് കവിത അത് ആളുകൾ അന്വേഷിച്ച് വരും, ഉറുമ്പ് ആ തേനിലേക്ക് അന്വേഷിച്ചെത്തും എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്. അതെ, ഇത് ഉറുമ്പൻ കൂട്ടിലേക്ക് തേനെ എത്തിച്ച് കൊണ്ടു കൊടുക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇത് തമ്മിൽ താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല കവിതകൾ കണ്ടെത്തി വായിക്കുക എന്നുള്ളത് അതിന് തീർച്ചയായിട്ടും വായനക്കാരെ നമ്മൾ, അതെൻ്റെ കവിത മാത്രമല്ല, എല്ലാം നല്ല പുസ്തകങ്ങൾ കണ്ടെത്തി വായിക്കാനും കൂടി ആളുകളെ സഹായിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ വായന വളരെ നല്ല കാര്യമെന്ന് പറയുന്നു, വായനാ വാരം ഒക്കെ നടത്തുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ വായന ഇന്ന് ലോകത്തിൽ വായിക്കാനിറങ്ങുന്ന സംഗതികളുടെ ബാഹുല്യം നമ്മൾ നോക്കിയാൽ ഈ വായനയെക്കാളും പ്രധാനപ്പെട്ട കാര്യമാണ് സെലക്ഷൻ. കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൽ നമുക്ക് വായിക്കാവുന്ന സംഗതികൾക്ക് പരിമിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ സെലക്റ്റീവായിട്ടും ആളുകൾ വായിക്കാൻ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം അതിന് മാത്രം കാര്യങ്ങൾ ലോകത്തിൽ ഇറങ്ങുന്നുണ്ട് പല മേഖലകളിൽ. അപ്പം ഇതിലൊരു സെലക്ഷന് ആളുകളെ ഒരു സഹായം ഇപ്പോൾ വളരെ ആവശ്യമായിട്ട് വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിൽ ആ കാര്യത്തിൽ പക്ഷേ ഇപ്പോൾ മലയാളത്തിലുമൊക്കെ ഒരു പോരായ്മ തന്നെയുണ്ട്. കാരണം യഥാർത്ഥത്തിലുള്ള ഒരു സെലക്ഷൻ, യഥാർത്ഥത്തിൽ ഒരു കൃതികളെ വിലയിരുത്താനുള്ള സംവിധാനങ്ങൾ, ഇത് വായനക്കാരോട് പറയാനുള്ള സംവിധാനങ്ങളെല്ലാം കുറഞ്ഞു വന്നിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ വായനക്കാർക്ക് തന്നെ അതിന് അതുകൊണ്ടാണ് പലപ്പോഴും ഈ കവികൾ തന്നെ അത് വായനക്കാരിലേക്ക് അവർ തന്നെ കഷ്ടപ്പെടേണ്ട അവസ്ഥ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ നല്ല കാര്യം എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഒരു വിത്ത് പോലെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പലരും പറഞ്ഞിട്ടുമുണ്ട്, പുസ്തകങ്ങളൊക്കെ ദേ ആർ ലൈക്ക് സീഡ്സ് എന്ന് പറയും. അതായത് ഇതിൻ്റെ അനുയോജ്യമായ കാലാവസ്ഥ കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ കാലം ഉറങ്ങിക്കിടക്കുന്ന സംഗതിയും അതൊരു വിത്ത് പോലെ വളർന്ന് ആ വൃക്ഷം പോലെ വളർന്നു വരും. ഇത് വിത്തൊന്നും നശിക്കുന്നില്ല. ഇപ്പോൾ കവിതയ്ക്കും ഇപ്പം ഒരു കവിത പ്രസിദ്ധീകരിച്ചു, ഇപ്പോൾ പെട്ടെന്നത് ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ആ പുസ്തകം ഉടനെ നാളെ തന്നെ ആളുകൾ എല്ലാവരും വായിച്ച് വലിയ ഭയങ്കരമായിട്ട് മാറ്റുന്നില്ലെങ്കിലും അത് നല്ല സൃഷ്ടിയാണെങ്കിൽ അത് ചിലപ്പോൾ അതിൻ്റെ കാലം വരുമ്പോൾ, അതിൻ്റെ സമയം വരുമ്പോൾ തന്നെ വളർച്ച വരും. അതുപോലെ തന്നെ പെട്ടെന്ന് ഇപ്പം വളരെ വ്യാപകമാകുന്ന ഒരു സംഗതി അതിന് കാലത്തിനെ അതിവർത്തിക്കാൻ കഴിയുമെന്നുള്ള തെളിവൊന്നും ഇല്ല. അപ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ആ കാര്യങ്ങളോ പ്രചാരങ്ങളോ ഒന്നും ഒരു സാഹിത്യത്തിൻ്റെയും ആത്യന്തികമായിട്ടുള്ള മൂല്യം നിർണ്ണയിക്കുന്നു എന്നെനിക്ക് തോന്നുന്നുമില്ല. ആകെ എത്ര കവിതാ സമാഹാരങ്ങൾ ഇറങ്ങി? ഇപ്പോൾ കവിതാ സമാഹാരങ്ങൾ എന്ന നിലയ്ക്ക് ഒരു 13-14 പുസ്തകങ്ങൾ ഇറക്കി. പുസ്തകങ്ങളുടെ പേരൊക്കെ ഒന്ന് പറയാൻ ഓർമ്മയിലുണ്ട്, കൃത്യമായി വരുന്നുണ്ടെങ്കിൽ കാലഘട്ടം. ഏറ്റവും ആദ്യം എൻ്റെ ഈ സ്കൂളിലും കോളേജിൽ എഴുതിയ കുറച്ച് കവിതകളുണ്ട്. അപ്പോൾ ഞാൻ ഈ 2001 ഈ കവിതകളെല്ലാം നഷ്ടപ്പെടണമെന്ന് വിചാരിച്ചിട്ട് പഴയതാണ് എങ്കിലും അതെല്ലാം ഒരു പുസ്തകമാക്കി. അതിൻ്റെ പേരാണ് മണൽ വരകൾ. അത് 2001 പക്ഷേ അത് പബ്ലിഷ് ചെയ്ത് 2001 അത് എഴുതിയ കാലഘട്ടം പറയുന്നത് 80കളിലൊക്കെയാണ്. ആ സമയത്ത് എഴുതിയ കവിതകളാണിത് 2001. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഈ PhD ഒക്കെ ചെയ്തത് ഈ സർവീസിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു. പക്ഷേ എങ്കിലും 2013 വീണ്ടും ഒരു കവിതാ സമാഹാരം ഇറക്കി. അതാണ് നിമിഷജാലകം. രണ്ടാമത്തെ പുസ്തകം. ഓക്കെ. ഇത് SK പൊറ്റക്കാട് അവാർഡ് കിട്ടിയൊരു പുസ്തകം. ഇതിനാണ് അവാർഡ് കിട്ടിയത് 2013. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഖണ്ഡകാവ്യം എഴുതണമെന്ന് വിചാരിച്ചു. കാരണം ഈ ഖണ്ഡകാവ്യങ്ങൾ എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ ഒരു വളരെ മനോഹരമായൊരു സാഹിത്യശാഖയാണ്. ഒരുപക്ഷെ ഈ മലയാളത്തിൻ്റെ ഈ നവോത്ഥാന കാലഘട്ടം തുടങ്ങിയത് വീണപൂവ് പോലുള്ള കൃതികളിൽ. അപ്പം ആ വീണപൂവ്, അതിനുശേഷം കുമാരനാശാൻ്റെ തന്നെ വളരെ മനോഹരമായ ഖണ്ഡകാവ്യങ്ങൾ, മറ്റു പലരും എഴുതിയ മനോഹരമായ ഖണ്ഡകാവ്യങ്ങൾ കേരളത്തിൽ ധാരാളം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടോ ആ മനോഹരമായ ശാഖ പെട്ടെന്നങ്ങ്
അവസാനിച്ചതുപോലെയാണ്. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ അത് ആരും എഴുതാതെയായി. അപ്പോൾ ഈ ഖണ്ഡകാവ്യങ്ങൾ അതേസമയം വളരെ മനോഹരമായിട്ട് എനിക്ക് വളരെ അനുഭവപ്പെട്ടതുകൊണ്ട് ഞാൻ ഒരു ഖണ്ഡകാവ്യം എഴുതാമെന്ന് വിചാരിച്ചിട്ട് ഈ ചിന്താവിഷ്ടയായ സീത എന്ന് പറയുന്ന കുമാരനാശാൻ്റെ കൃതിക്ക് ഒരു മറുഭാഗം, അതായത് സീതയുടെ ചിന്തകൾ പോലെ രാമൻ്റെ അനുതാപം അല്ലെങ്കിൽ രാമൻ്റെ ചിന്ത എന്ത് എന്ന് ആലോചിച്ച് അതിനെഴുതിയ മറുഭാഗമാണ് ഈ രാമാനുതാപം. ഒരു ഖണ്ഡകാവ്യമാണ് അത്. അങ്ങനെ ഒരെണ്ണം. അതിനുശേഷം പിന്നെ അതുകൂടാതെ നിലാനിർച്ഛരി എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരം, പിന്നെ മാതൃവിലാപം, അത് മറ്റൊരു ഖണ്ഡകാവ്യമാണ്. അതൊരു ഖണ്ഡകാവ്യം. വള്ളത്തോളിൻ്റെ മഗ്ദലന മറിയം വായിച്ചപ്പോൾ അതിൻ്റെ ഒരു ചുവട് പിടിച്ച് അതിൻ്റെ ഒരു റിപ്ലിക്കയല്ല, അതിൻ്റെ ഒരു ചുവട് പിടിച്ച് അത് ഒരു പ്രോത്സാഹനം തന്നിട്ടുണ്ടോ ഇത് എഴുതാനായിട്ട്? മാതൃവിലാപം എഴുതാൻ മഗ്ദലന മറിയം, അത് മഗ്ദലന മറിയം എന്ന് പറയുന്നത് ഞാൻ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള പുസ്തകമാണ്. താഴത്തേക്ക് എന്തിത്ര സൂക്ഷിച്ചു താരകളെ നിങ്ങൾ നിശ്ചലരായി, നിങ്ങൾ തൻ കൂട്ടത്തിൽ നിന്നിപ്പോഴാരും ഭംഗമാർന്നൂഴിയിൽ വീണുപോയോ, ഊവിതാ നക്ഷത്രം തന്നെയാണ് ഊഴിയിൽ ഉറുവിയിലിപ്പുര വീതിയിങ്കൽ, അല്ലെങ്കിൽ മറ്റൊരു കൊച്ചു നിലാവിത മുല്ലപ്പൂ പോലുള്ള തൂനിലാവിൽ എന്നാണ്. ആരോ മനോഹര സർവാംഗിയാമിവൾ ആരോമലാൾക്കിത്ര വെമ്പലന്തേ എന്ന് പറഞ്ഞ് പിന്നെ മഗ്ദലന മറിയത്തിനെ വർണ്ണിക്കുന്ന കവിത വള്ളത്തോളിന് മനോഹരമാണ്. അതും ഇത് പക്ഷേ സംസ്കൃത വൃത്തത്തിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സംസ്കൃതത്തില്ല, ശ്ലോകങ്ങളായിട്ടാണ്. മറ്റത് അതിൻ്റെ മീനിങ്ങും കൊടുത്തിട്ടുണ്ട്, അർത്ഥവും. അത് മഞ്ജരി ദ്രാവിഡ വൃത്തത്തിലാണ് ഇത് മഗ്ദലന മറിയം. പക്ഷേ അപ്പോൾ ഇതൊരു ഖണ്ഡകാവ്യമാണ്, ഈ മാതൃവിലാപം. അതെ, ഖണ്ഡകാവ്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിലെടുത്ത. അതെ. പിന്നെ അതുകൂടാതെ മലയാള ഗസൽ എന്ന് പറയുന്ന ഗസലുകളുടെ ഒരു സമാഹാരം ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ചാണ് മലയാള ഗസൽ. പിന്നെ ഖണ്ഡകാവ്യങ്ങൾ എഴുതിയത് ഇത് നക്ഷത്രരാഗം എന്ന് പറഞ്ഞ് ഗലീലിയോയുടെ ജീവചരിത്രം ഒരു ഖണ്ഡകാവ്യമായിട്ട് എഴുതിയിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗലീലിയോയുടെ ജീവിതവും അങ്ങനെ സംഘർഷങ്ങളുമൊക്കെ അതിൽ വരുത്തുന്നത്. പിന്നെ അതുകൂടാതെ ഈ കാണാമറ എന്ന് പറയുന്നത് ഏറ്റവും അവസാനം DC ബുക്സ് ഇറക്കിയ ഒരു പുസ്തകമുണ്ട്, കാണാമറ, ഒരു കവിതാ സമാഹാരം. കാണാമറ അതാണ് കാണാമറ. അതെ. പിന്നെ ഇപ്പോൾ ഒരു പുസ്തകം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് മൗനഭാഷ എന്ന് പറയുന്ന പുസ്തകം. ആരാ പബ്ലിഷ് ചെയ്യും? വള്ളത്തോൾ വിദ്യാപീഠം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മൗനഭാഷ അതൊരു സമാഹാരമാണ്. പിന്നെ നിറമെഴുതും പൊരുൾ, അങ്ങനെ ഒരു കവിതാ സമാഹാരം. പബ്ലിഷർ ആരാ? നിറമെഴുതും പൊരുൾ പബ്ലിഷ് ചെയ്തത് ഡിലൈറ്റ് ബുക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതാണ്, അവരാണ്. നിറമെഴുതും പൊരുൾ. വീണ്ടും വീണക്കമ്പികൾ, അത് ഡൽഹിയിലെ ഒരു പബ്ലിഷറാണ്. വീണക്കമ്പികൾ മറ്റൊരു കവിതാ സമാഹാരം.